നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ധൈര്യം കൈവരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഒരുപാട് ദുരിതങ്ങളിൽ കൂടി പോണം, ഒരുപാട് പരാജയങ്ങൾ നേരിടണം. ഏതൊക്കെ തോൽവികളുണ്ടോ അവിടെയെല്ലാം നമ്മൾ തളരരുത്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി, അതുപോലെ തന്നെ ഒരുപാട് താഴ്ചകളിൽ കൂടി, കാരണം സാമ്പത്തികമായും മാനസികമായും എല്ലാം അവിടെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മൾ പിടിച്ച് കേറേണ്ട ഒരവസ്ഥ അങ്ങനെ കേറാൻ നോക്കണം. അതുപോലെ ചിലവര് പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞു, എനിക്കിനി എനിക്കിനി ഒന്നും വരില്ല എന്ന്. അങ്ങനെയും ചിന്തിക്കരുത്. നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ചതായിരിക്കില്ല ഇനി നമ്മളെ തേടി വരുന്നത്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കണം. അപ്പോഴും നമ്മൾക്ക് ഇനിയും വരുന്ന പ്രശ്നം നമുക്കൊരു പ്രശ്നം വരുമ്പോ അതോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാനല്ല സമയം കളയേണ്ടത്. അതിനെങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ജീവിതം വിജയം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നത്, നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ശ്വാസം എടുക്കുമ്പോൾ നൂറ് നൂറ് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഏത് മനുഷ്യരും ജീവിക്കുന്നത്. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് മാത്രമല്ല ഈ പ്രശ്നം എന്നുള്ളത്. അപ്പൊ എല്ലാവരും പറയും ജീവിതത്തില് മാനസികമായിട്ട് ഭയങ്കര ശക്തിയാണ്, അതാണ്. അങ്ങനെയൊന്നുമല്ല. അത് ഇതേ രീതിയിൽ കൂടിയൊക്കെ കടന്നു പോയത് കൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ്. നമ്മളെ എല്ലാവരും കുറെ പ്രശ്നത്തിൽ കൂടി പോകുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശരിയല്ലേ?